ഒരു പിടി മികച്ച റോളുകളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ നടൻ സുധീർ മദ്യപിച്ച് അടിയുണ്ടാക്കിയെന്ന വാർത്തയാണ് ഇന്ന് സിനിമാ സീരിയൽ ലോകത്തെ ഞെട്ടിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ബാറിന് മുൻപിൽ ചില വാക്കേറ്റത്തിന്റെ പേരിൽ നടനും നാട്ടുകാരുമായി കൂട്ടത്തല്ല് നടന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോ ഉൾപ്പെടെ പ്രചരിച്ചത്. എന്നാൽ ഇത് സത്യമല്ലെന്നും മദ്യപിച്ച ഒരാൾ തങ്ങളുടെ നേരെ വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്നും നടൻ മലയാളി ലൈഫിനോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ സുധീർ തല്ലിയെന്ന് പറയപ്പെടുന്ന ഹരീഷ് സ്ഥലത്തെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് തെളിയിക്കുന്ന ഓഡിയോ മലയാളി ലൈഫിന് ലഭിച്ചിരിക്കുകയാണ്. ഓഡിയോ കേൾക്കാം. അതെ, ഞാൻ മര്യാദക്ക് റോഡിൽ പോയപ്പോഴത്തേക്ക് ഇവനെ വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുക. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും മാറുന്നില്ല. ഞാൻ കുറെ ഓണടിച്ച അവസാനം ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ആ വണ്ടി കിട്ടി നാലടി. ഭയങ്കര തലതെറിച്ച. ഞാൻ തന്നെ 2 കേസ് കൊടുത്തിട്ടുണ്ട് മാരുതിക്കുളത്ത്. അതെയോ? അതെ, ഭയങ്കര ഒരു SSC കിടന്ന് അടി മേടിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രശ്നക്കാരനാ. പറ്റുമെങ്കിൽ രണ്ടുമൂന്ന് കൊടുക്കും നന്നായിട്ട്. അല്ല, എന്താന്നറിയോ, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഇത് കണ്ടോണ്ട് എന്റെ കൂടെ ഉള്ളവർ തന്നെ അവര് വന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് അവര് എന്റെ കൂടെ മനോ എന്ന് പറഞ്ഞ ഒരുത്തൻ പിടിച്ചു മാറ്റിയേക്കോ അവനെ തല്ലി ഇവൻ. അപ്പൊ വേറൊരുത്തനും വന്നിട്ട് അവന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തല്ലിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായി. നമ്മളീ നടന് അവൻ മാത്രമല്ല, ഈ അവന്റെ കൂടെ ഒരു ജാമുണ്ട്. ഇവിടെ കുറച്ച് ആമ്പിള്ളേരുണ്ട് ആ പ്രായത്തിൽ. ഒരു രക്ഷയില്ല ഇവന്മാരെ കൊണ്ട്. ഇവൻ ഹരിദാസിന്റെ മകൻ ഹരീഷ്. അപ്പൊ ഇവര് 3 പേരും വേറെ കുറച്ച് പൊന്നാനി എന്നൊക്കെ പേര് വരുന്നവർക്ക്, പിന്നെ കുറെ ഉണ്ട്. ഇവര് ഒരു പ്രായക്കാര് കുറച്ചു പേരുള്ളത് കാരണം പോലീസിനും തിരക്കാൻ അറിയാം ഇതിനെ കുറിച്ച്. അത്രയ്ക്ക് എന്നോട് ഇന്നലെ എല്ലാരും പറഞ്ഞേ. എനിക്ക് ഓരോ പോലീസ് സ്റ്റേഷനിൽ തന്നെ അവര് തന്നെ പറയും, അവർക്കൊക്കെ അറിയാം. കാര്യം എന്ന് വെച്ചാല് ഞാനവിടെ എന്റെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലില്. ഞാൻ കാണാൻ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എന്താ പറയാ, ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഇവര് വണ്ടി അടിച്ച് ഫിറ്റായിട്ട് റോഡിന്റെ നടുക്ക് നിൽക്കുക, മാറുന്നില്ല. എന്റെ വണ്ടിയുടെ വട്ടം നിൽക്കുക. അപ്പൊ ഞാൻ അടിച്ചപ്പോഴത്തേക്ക് വണ്ടിയുടെ കോൺടാക്ട് 2 അടി. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചവിട്ടും തൊഴിയൊക്കെ ഞാൻ ആരാണെന്ന് അവനെ അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഞാൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ മനസ്സിലായോ? ഞാൻ ആക്ടർ സുധീർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ആ ബൾബ് കത്തിയപ്പോഴത്തേക്ക് ഈ ഒരുത്തന് മനസ്സിലായി. ഒരു താടി വെച്ച ഒരുത്തന് മനസ്സിലായി. പെട്ടെന്ന് മറ്റൊരുത്തൻ വന്നിട്ട് വണ്ടിക്കിട്ട് 2 ചവിട്ടും അടിയ. അപ്പോഴാണ് എന്റെ വണ്ടിക്കകത്തിരുന്ന് ഈ മനോജ് എന്ന് പറഞ്ഞ അവൻ കയറി മറ്റവന്റെ വെള്ളിലേക്ക് പിടിക്കുന്നതും. അത് കഴിഞ്ഞപ്പോ ആളുകൾക്ക് അറിയില്ലല്ലോ ജനങ്ങൾക്ക് എന്താണ് സംഭവമോ ഇന്നയാളെ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാനാണ് ആളെന്നൊക്കെ കത്തണം ഓരോരുത്തർക്ക്. ഇത് അങ്ങോട്ട് ഞാൻ ഹോട്ടലിൽ കയറിയപ്പോ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ ബാച്ചിൽ പെട്ട് അവർക്ക് സെൽഫി എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നാമതേക്ക് എന്തിനാണ് വെറുതെ ഞാൻ ശരി പോയിട്ട് വരട്ടെ മോനെ എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി ഇറങ്ങി വന്നു. ഒന്നാമത്തെ കയറി ഞാൻ കുറെ നാൾ കൂടി അവിടെ ആ ബാറില് അവിടെ ബാറൊന്നും ഇല്ലായിരുന്നല്ലോ നേരത്തെ. അവിടെ ഹോട്ടലിൽ അവിടെ ബാറൊക്കെ പൂട്ടിയിരിക്കായിരുന്നല്ലോ. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ അറിയാം, ഞാൻ അതിന്റെ ഓണർ ഭാവിച്ചെണ്ണൊക്കെ നല്ല പരിചയം എല്ലാമാണ്. പല കാര്യത്തിനൊക്കെ പോയിട്ടുള്ളതാ. പക്ഷെ അവിടെ ഈ എത്ര അലമ്പായിപ്പോയെന്നൊന്നും നമുക്കറിയില്ല. SSL താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചെന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇറങ്ങിപ്പോന്നു ഞാൻ. അയ്യോ, ഇതിന്റെ വാതിക്കലെ ഇവന്മാര് കുറെ ഒരു ഗ്യാങ് ഉണ്ട് കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം കുറെ ഗ്യാങ് ഉണ്ട് സാർ. ഭയങ്കര ശൈലിയോ. കഞ്ഞിക്കുഴിക്ക് ഒരു നാശമുള്ള ടീമാ ഇതുങ്ങള്. എല്ലാവർക്കും അഭിപ്രായമൊന്നുമില്ല, മൊത്തം ബാഡ് അഭിപ്രായമുള്ള ഒരു. ഈ വന്ന വണ്ടി തടുത്ത് നിർത്തി വണ്ടിക്കിട്ട് തല്ലിയ ആ ചെറുക്കൻ്റെ ഭയങ്കര ക്രിമിനൽ എന്ന് വെച്ചാൽ പക്ക ക്രിമിനലാ. ഇവനെ ഒരു പയ്യനെ ഇവരെല്ലാവരും കൂടെ ഇടിച്ചിട്ട് അവൻ വീട്ടിൽ പോയി കിടന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ വരെ അവിടെ ഉണ്ട്. അതെല്ലാവരും പറഞ്ഞേ. അപ്പം മനസ്സിലായില്ല, ഇത് കേൾക്കുമ്പോൾ അറിയാലോ. ഒരു ഫാദറിൻ്റെ സഹോദരിയായി പറയണത്. ഇന്നലെ ഈ സംഭവം നടന്നറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.